ഇതുപോലെ തരിശ് ഭൂമികളെ നിങ്ങൾക്കും ഒരു പഴത്തോട്ടമാക്കി മാറ്റാനായിട്ട് എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് നമ്മളിതാണ്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 3 വർഷത്തോളം ഇന്നുവരെയും ഈ മൾച്ചിങ് ഷീറ്റ് മറ്റൊരു ഡാമേജോ അങ്ങനെ കള പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ പല സ്ഥലങ്ങളിലും നമ്മളിത് 1 ഏക്കർ മുതൽ 1/2 ഏക്കർ 1.5 ഏക്കർ സ്ഥലങ്ങളിൽ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇത് പ്ലാവ്, മാവ്, തെങ്ങ്, കമുങ്ങ്, ഒരു 100-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു തോട്ടം കണ്ടിട്ട് അയൽക്കാർക്ക് എന്താ പറയുന്നത്? അവർക്കെല്ലാം ഭയങ്കര എന്ന് വെച്ചാൽ ഈ ഏരിയയിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി കണ്ടില്ലേ, ഇപ്പം വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 1.5 വർഷം പോലും ഇതായിട്ടില്ല. ഇത് നിറച്ച് ചക്ക നിൽക്കുവാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് പ്ലാന്റ്സുകൾ ഓൾറെഡി നമുക്ക് മാവിൻ്റെ തന്നെ നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. മാവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 40-50-ൽ പരം മാവുകളുടെ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തായ്ലൻഡ് ചാമ്പയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഡൽഹരി ചാമ്പ, ഉമ്മറി ചാമ്പ, ബെൽചാമ്പ, അങ്ങനെ പറഞ്ഞ ചാമ്പയുടെ നല്ലൊരു ശേഖരം, കായ്ച്ചതായ വലിയ പ്ലാന്റുകൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റുകളെല്ലാം അത്യാവശ്യം ഹെൽത്തി പ്ലാന്റുകളാണ്. തീർച്ചയായിട്ടും നമ്മളൊരു നല്ലൊരു ഡിസ്കൗണ്ട് സെയിലിട്ട് നമുക്കത് പ്ലാന്റ്സ് തരുന്നതായിരിക്കും. അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്കത് എത്തിക്കാനും പറ്റും. തീർച്ചയായിട്ടും ഇത് മാവേലിക്കര ചെന്നിത്തല, ആലപ്പി ഡിസ്ട്രിക്റ്റിൽ മാവേലിക്കര ചെന്നിത്തല കാരാഴ്മ ദേവീക്ഷേത്രത്തിനടുത്താണ് ഓൾറെഡി ഈ സ്ഥാപനം.